വൈകുന്നേരം എന്നിട്ട് കറി വയ്ക്കുക, ഉപ്പേരിക്ക് എന്നിട്ട് അതൊന്നും എനിക്ക് വല്ലാണ്ട് തലപ്പൊക്കെ ഞാൻ ആലോചിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ അടുക്കളത്തോട്ടത്തിൽ പയറുണ്ടായി നിൽക്കുന്നുണ്ട്, ബ്രൗൺ പയർ. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ പയർ തോരൻ ഉണ്ടാക്കുന്ന വെച്ചു. സ്പെഷ്യൽ പയർ തോരനൊന്നുമല്ല, നമ്മുടെ തോട്ടത്തിൽ നമ്മൾ നട്ടുണ്ടാക്കി വളർത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്നത് എന്തോ അത് നമുക്ക് സ്പെഷ്യലാണല്ലോ. അപ്പോൾ പിന്നെ അതങ്ങനെ തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പയർ എല്ലാവർക്കും ഉള്ളൂ, അപ്പോൾ എല്ലാവർക്കും കൂടി എത്തണ്ടേന്ന് വെച്ച് ഞാനൊരു ഇത്തിരി കായൊക്കെ ഇട്ട് ഉപ്പേരിയാക്കി. പിന്നെ ഉച്ചയ്ക്കത്തെ സാമ്പാറിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ അത്ര തന്നെ മതിയായിരുന്നു. വന്നാലും ഞാനൊരു ഭംഗിക്ക് ഒരു ഇച്ചിരി ചെമ്മീൻ ചമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു, ഇന്നലത്തെ ചെമ്മീൻ കറി വെച്ചതിൽ ബാക്കിയിട്ട്. അപ്പം ഞാൻ ആ ചെമ്മീൻ എടുത്ത് വറുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങയും സബോളയും കൊച്ചുള്ളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സബോള കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സബോളയും വറ്റൽമുളകും പുളിയും ഒക്കെ ഇട്ട് നന്നായി തേങ്ങയൊക്കെ വറുത്ത് ചമ്മന്തി ഉണ്ടാക്കി. ഞാൻ സാധാരണ തേങ്ങ വറുക്കാറില്ല, പച്ച തേങ്ങയിലാണ് ചമ്മന്തി ഉണ്ടാക്കാറ്. പക്ഷേ തേങ്ങ വറുത്ത് കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ വെച്ച് ചെമ്മീൻ ചമ്മന്തി അങ്ങനെ അരച്ച് വെച്ചു. ഞാൻ ചെമ്മീൻ ചമ്മന്തിയൊക്കെ അരച്ച് വരുമ്പോഴേക്കും ചോറൊക്കെ കാലാക്കി വരുമ്പോഴേക്കും ഇവിടെ ഒരാൾ നല്ല ഉറക്കം തൂങ്ങി വന്നു കേട്ടോ. പിന്നെ ആളെ കൊണ്ടുപോയി കിടത്തി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഊണ് കഴിക്കാനായിരുന്നു. നല്ല ചൂട് ചോറിക്ക് ചെമ്മീൻ ചമ്മന്തിയും പയറ് കറിയും സാമ്പാറും ഒക്കെ കൂട്ടി നന്നായിട്ട് ഊണ് കഴിച്ചു. കൂട്ടത്തിൽ കൂടെ ഞാൻ മിഞ്ഞാന്ന് ഉണ്ടാക്കിയ കുറച്ച് ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു. ചെമ്മീൻ ചമ്മന്തിയും ഇഞ്ചിക്കറിയും വലിയ ഒരു കോമ്പിനേഷൻ അല്ലാന്നറിയാം, എന്നാലും ഭംഗിക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അതും കൂടി ഒരു വഴിക്ക് പോവല്ലേ, അതും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാതും കൂടി കൂട്ടി കുഴച്ച് ഇന്നത്തെ രാത്രിയിലെ ഫുഡ് കുശാലാക്കി. അപ്പം അത്രയ്ക്കുള്ളൂ. ബായ്.